കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സ്കൂൾ തുറക്കാൻ പോവുക ജൂൺ 3-ന്. സാധാരണ പോലെ വലിയ ഒരുക്കങ്ങളാണ് നമ്മുടെ പുതിയ അധ്യയന വർഷാരംഭത്തോടനുബന്ധിച്ച് അധികൃതർ ചെയ്തു വരുന്നത്. ഏതാണ്ട് 5 ലക്ഷത്തോളം കുരുന്നുകൾ 1-ാം ക്ലാസ്സിലേക്ക് ചേരുകയാണ്. സാധാരണ നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കാണ് പാഠപുസ്തകമൊക്കെ വിതരണം ചെയ്യാറ്. എന്നാൽ ഇത്തവണ അധ്യാപകർക്ക് കൂടി രക്ഷിതാക്കൾക്ക് കൂടി പാഠപുസ്തകങ്ങൾ എത്തുകയാണ്. അധ്യാപകർക്ക് വലിയ രീതിയിലുള്ള പരിശീലനം. അപ്പോൾ രക്ഷിതാക്കൾക്ക് എന്തിനാണ് പാഠപുസ്തകം എന്ന് ചോദിച്ചാൽ അവരെയും കുട്ടികൾ പഠിക്കുന്നതോടൊപ്പം കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മാനസികം ശാരീരികവുമായ അവരുടെ വളർച്ചയെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവരുടെ പഠനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് രക്ഷിതാക്കളെ കൂടി പഠിപ്പിക്കാനുള്ള ഒരു നീക്കത്തിന്, അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി തുടങ്ങുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അത് ഈ അധ്യയന വർഷം അതിന് തുടങ്ങിയാണ്. അപ്പോൾ വലിയ ഒരുക്കങ്ങളാണ്. നമ്മുടെ ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഒരു സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പാണ് ഒരു കുട്ടിയെ വിദ്യാലയത്തിലേക്ക് അയക്കുക എന്നുള്ളത്. പണ്ടൊക്കെ സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം കുറവായിരുന്നു. അത്യാവശ്യം സാമ്പത്തിക നിലയുള്ളവരെല്ലാം പോയിക്കൊണ്ടിരുന്നത് സ്വകാര്യ വിദ്യാലയങ്ങൾക്കാണ്. എന്നാൽ ഇന്ന് കാലം മാറി. പല സർക്കാർ സ്കൂളുകളിലും പ്രവേശനം കിട്ടാൻ മന്ത്രിമാർ വരെ ശുപാർശ ചെയ്യുന്ന കാലമാണിത്. അത് തലശ്ശേരി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള സർക്കാർ സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. 5-ാം ക്ലാസ്സിലേക്കും 1-ാം ക്ലാസ്സിലേക്കൊക്കെ 100-500 കുട്ടികൾ അപേക്ഷിക്കുമ്പോഴാണ് 50 പേർക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുന്നത്. ആ രീതിയിൽ പൊതുവിദ്യാഭ്യാസം വലിയ നിലക്ക് വളർന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളുടെ വളർച്ചയും. അപ്പോൾ ഈ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ കുട്ടികളും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഒപ്പം രക്ഷിതാക്കളും വളർന്നിട്ടുണ്ടോ, വളരുന്നുണ്ടോ, വളരാനുള്ള സാഹചര്യമുണ്ടോ, എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഈ അധ്യയന വർഷം നടന്നിട്ടുള്ളത്, ഇതാണ് നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പ്രഗത്ഭരായ 3 പേരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഒന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറാണ് AP അംബിക. നിരവധി തവണ നമ്മുടെ നേർരേഖയിൽ വന്നിട്ടുള്ള ഒരാളാണ്. അതോടൊപ്പം തന്നെ പങ്കെടുക്കുന്നത് K രമേശൻ, KPSTA അതുപോലെ KSTA ജില്ലാ സെക്രട്ടറി K ശശീന്ദ്രൻ. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് DDയിൽ നിന്ന് തുടങ്ങാം. ഡെപ്യൂട്ടി ഡയറക്ടർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മുടെ പൊതുസമൂഹത്തെ, നമ്മുടെ തലമുറയെ വാർത്തെടുക്കുന്ന ഒരു സുപ്രധാനമായ ഒരു കാൽവെപ്പാണ് ഒരു കുട്ടിയെ 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കുക എന്നുള്ളത്. അവൻ പിന്നെ പഠിക്കാൻ പ്രീ പ്രൈമറിയും LKG UKG ഒക്കെ നടക്കുന്നുണ്ടാവും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ചട്ടക്കൂടിലേക്ക് കുട്ടി വരികയാണ്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടുള്ളത്? നമുക്ക് സ്കൂൾ റീഓപ്പൺ ചെയ്യുന്നത് ഔദ്യോഗികമായി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ജൂൺ 3-നാണ്. അപ്പോൾ ജൂൺ 3 സ്കൂൾ തുറക്കുന്നതോടനുബന്ധിച്ച് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ, ഒന്നാമത് ഫസ്റ്റിലായിട്ട് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള സ്കൂളിൻ്റെ പ്രിമൈസ്, ക്ലാസ് റൂംസ് ഒക്കെ ശുചീകരണവും അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ സുരക്ഷയാണ്. സുരക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂളിൻ്റെ സുരക്ഷ പ്രത്യേകിച്ചും പ്രധാനമായിട്ട് നമ്മൾ എൻഷുർ ചെയ്യുന്നത് ഒന്ന് കെട്ടിടത്തിൻ്റെ സുരക്ഷയാണ്, ഫിറ്റ്നസ്. അതോടൊപ്പം തന്നെ സ്കൂൾ പരിസരത്തുള്ള സുരക്ഷയും കൂടെ എൻഷുർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ 7/5/24 നമുക്ക് ജില്ലയിൽ എല്ലാ ജില്ലാ ഓഫീസേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് DDMAയും കൂടെ അതിൽ ഉണ്ടായിരുന്നു. അപ്പം ഓരോ വകുപ്പിനും നമുക്ക് സ്കൂൾ റീഓപ്പൺ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് ഈ 2 ടാർഗറ്റും ചെയ്തുകൊണ്ട് നമുക്ക് സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ വകുപ്പുകൾക്കും ആവശ്യമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട കളക്ടർ നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് അതിന് മുന്നോടിയായിട്ട് തന്നെ 2-ാം തീയതി 2/5 ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സ്റ്റേറ്റ് ലെവലിൽ മുഴുവൻ ഓഫീസേഴ്സിനെയും വിളിച്ചു ചേർത്ത് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളും അതോടൊപ്പം നമുക്ക് ഈ അധ്യയന വർഷത്തെ ഒരു പ്രത്യേകത, നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു മാറുന്ന സാഹചര്യമാണ്. വളരെ നൂതനമായ ഒരു സ്ട്രാറ്റജിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ചും നമുക്ക് വളരെ ജനകീയ പങ്കാളിത്തത്തോടു കൂടെയാണ് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന് ഒരുപാട് പ്രീ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ തലത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഈ വർഷം 1, 3, 5, 7, 9 ഇത്രയും ക്ലാസ്സുകളിലാണ് പുതിയ ടെക്സ്റ്റ് ബുക്ക് വരുന്നത്. അപ്പോൾ അക്കാഡമിക്കലി പറയുമ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് 14-ാം തീയതി മുതൽ സ്റ്റേറ്റ് വൈസ്
അധ്യാപക പരിവർത്തന സംഗമം നടക്കണം. അപ്പം അതുകൊണ്ട് നമുക്ക് അക്കാദമിക്കലി അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചറും ബന്ധപ്പെട്ട് എല്ലാ മുന്നൊരുക്കങ്ങളും ക്രമീകരിച്ചിട്ടാണ് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തി വരുന്നത്. നമുക്കൊന്ന് ചോദിക്കാം, കെ രമേശൻ, ഈ വിദ്യാഭ്യാസ വകുപ്പ് വലിയ ഒരുക്കങ്ങളാണെന്ന് പറയുന്നു. എല്ലാ ഒരുക്കങ്ങൾക്കും സാമ്പത്തിക അടിത്തറ ഒരു പ്രധാന ഘടകമാണ്. പാപ്പരായ ഒരു സർക്കാരാണ് നിലവിലുള്ളത്. പെൻഷൻ വരെ മുടങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ മുന്നൊരുക്കങ്ങളെയും ഈ സംവിധാനങ്ങളെയും കാണുന്നത്? അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട DD പറഞ്ഞ ചില കാര്യത്തോടെ എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. കാരണം ഒരുക്കങ്ങളെല്ലാം ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരുക്കങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഈ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട DD എല്ലാ തലത്തിലും ചർച്ച നടത്തിയിട്ടുള്ള ഒരു പാഠപുസ്തകമാണ് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ആ കരിക്കുലം കമ്മിറ്റിയിൽ ആകെ ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തുള്ള ഒരേ ഒരു മെമ്പർ KPSCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അരവിന്ദൻ മാഷാണ്. അരവിന്ദൻ മാഷ് ഇന്ന് വരെ കരിക്കുലം കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിലെ ഫോക്കസ് ഗ്രൂപ്പിൽ നമ്മളൊക്കെ പേര് കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ എല്ലാ ഫോക്കസ് ഗ്രൂപ്പിലും പേര് കൊടുത്തു. ഒരാളെ പോലും പ്രതിപക്ഷത്തുള്ള ഒരു സംഘടനയുടെ ഒരാളെ പോലും ആ ഫോക്കസ് ഗ്രൂപ്പിലേക്ക് വിളിച്ചിട്ടില്ല. ഇപ്പോഴെന്താ സ്ഥിതി? ഈ പാഠപുസ്തകം ഇറങ്ങി എവിടെ ഇറങ്ങി? പാഠപുസ്തകം ഇറങ്ങിയിട്ടില്ല. കാരണം ഇപ്പോൾ RP ക്ലാസ് DRG ആയിട്ടും SRG ആയിട്ടും സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ആയാലും ജില്ലാ റിസോഴ്സ് പേഴ്സൺ ആയാലും അത് ഇപ്പം നടക്കുന്ന ശാക്തീകരണത്തിൻ്റെ അതിന് പുതിയ പേര് വന്നിട്ടുണ്ട്. അതായത് പരിവർത്തനം. അത് അങ്ങനെ കൊല്ലത്തിൽ വലിയ വലിയ വാക്കുകൾ, മറ്റേ ഉദ്ഗ്രഥനം എന്ന സമീപനം എന്നെല്ലാം പറയുന്ന പോലെ ഒരു പുതിയ വാക്കുകൾ വരും. പരിവർത്തനം എന്തോ ആയിക്കോട്ടെ, പരിവർത്തനം നല്ലതല്ല, മാറ്റമാണല്ലോ പരിവർത്തനം. പക്ഷേ ആ പരിവർത്തനത്തിനുള്ള പുസ്തകം ഇന്നുവരെ അവരെ കയ്യിൽ കിട്ടിയില്ല. SRG മാറും DRG മാറും. അതിൻ്റെ PDF ഫയൽ നിങ്ങൾ ആലോചിക്കും. ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏതാനും ഭാഗത്തെ PDF ഫയൽ കൊണ്ടാണ് ഇവിടെ ട്രെയിനിങ് നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ ടെക്സ്റ്റ് ബുക്ക് പുറത്തിറങ്ങുന്നില്ല? ഈ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച എന്തോ സംഭവം, ഒരാശങ്ക നമുക്കെല്ലാം ഉണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിനുള്ളിൽ എന്ത് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ കുറേ കാലം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കുട്ടികൾ അകന്നു പോകാനുണ്ടായ സാഹചര്യം എന്താ? പാഠപുസ്തകമായിരുന്നു. നമുക്ക് മതമില്ലാതെ ജീവൻ, DPP പോലുള്ള പുസ്തകങ്ങൾ വന്നപ്പോൾ ജനങ്ങൾ അകന്നു. സ്വാഭാവികം. കാരണം കാര്യങ്ങൾ നമ്മൾ അനുഭവത്തിലൂടെ പഠിക്കണമെങ്കിലും കുട്ടികളെ രക്ഷിതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു പാഠപുസ്തകമല്ലെങ്കിൽ രക്ഷിതാക്കൾ ഭയപ്പെടും. കാരണം 1-2 കുട്ടികൾ എൻ്റെ മക്കൾ നല്ല രീതിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാനായാലും നിങ്ങളായാലും സ്വാഭാവികമാണ്. എന്താണ് ഈ പാഠപുസ്തകങ്ങളിൽ താങ്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആശങ്കപ്പെടുന്നത് എന്താണ്? അത് എന്താണെന്ന് നമ്മുടെ ഇന്നത്തെ ചരിത്രപരമായ ചില വസ്തുതകൾ ഇപ്പൊ നമുക്കറിയാലോ. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അവിടെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താ? ജവഹർലാൽ നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയെയും പോലുള്ള മഹാരഥന്മാരെ തമസ്കരിച്ചുകൊണ്ട് ഒരു കേരളത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അവിടെ കാവ്യവൽക്കരണം വരുമ്പോൾ ഇവിടെ ചുവപ്പുവൽക്കരണം വരുന്നുണ്ടോ എന്ന ഒരാശങ്ക നമുക്കുണ്ട്. ശശീന്ദ്രൻ, എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഏകപക്ഷീയമായി കെ രമേശൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പാഠപുസ്തകം, അതും ദുരൂഹതകൾ നിറഞ്ഞ ഒരു പാഠപുസ്തകം, പുറത്തിറങ്ങാത്ത ഒരു പാഠപുസ്തകം, വലിയ മാറ്റങ്ങൾ എന്ന് പറയാനുണ്ട് കെ ശശീന്ദ്രൻ? ഇത് എല്ലാ കാലഘട്ടത്തിലും ഈ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഇകഴ്ത്തിക്കാട്ടാൻ ഇത്തരം ആളുകൾ ശ്രമിക്കാറുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം 2005 വരുന്ന 2007 KCF ആ കാലഘട്ടത്തിലും വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ലോകോത്തര നിലവാരത്തിലേക്ക് മാറുകയാണ്. അത് എല്ലാവരും അംഗീകരിക്കുക. 2016 വരെ ഒരുപക്ഷെ നമുക്കറിയാം 1991 59 ലക്ഷം കുട്ടികൾ കേരളത്തിലെ പൊതുവിദ്യാലയത്തിലുണ്ടായിരുന്നു. അത് ചുരുങ്ങി UDFൻ്റെ ഭരണം അവസാനിക്കുമ്പോഴേക്കും അത് 31 ലക്ഷത്തിലേക്ക് ചുരുങ്ങി. ആ ചുരുങ്ങിയതിൻ്റെ കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള തകർച്ച അത് നമ്മളെ ആരോഗ്യകരമായ സാമൂഹ്യ വളർച്ചയ്ക്ക് ഗുണകരമല്ല. അതിനൊരു പരിഹാരം കണ്ടെത്തണം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് 7000 കോടി രൂപ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ മേഖല ഈ പാഠ്യപദ്ധതി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും ഈ സർക്കാർ സ്വീകരിച്ചു. അധ്യാപകരുടെ, വിദ്യാർത്ഥികളുടെ, രക്ഷിതാക്കളുടെ, പൊതുസമൂഹത്തിൻ്റെ, വിദ്യാഭ്യാസ വിദഗ്ധരുടെ അങ്ങനെ ജനകീയ ചർച്ചയ്ക്ക് വിധേയമാക്കി കേരളത്തിൻ്റെ ആ മുന്നോട്ട് പോക്കിന് ഏറ്റവും ഗുണകരമായ രീതിയിൽ നമ്മുടെ തലമുറയെ വാർത്തെടുക്കണം. ആ ലക്ഷ്യത്തോടു കൂടി പോവുകയാണ്. ഇപ്പോൾ ഇവിടെ 1, 3, 5, 7, 9 ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ മാറുകയാണ്. പാഠപുസ്തകം ഹബിലെത്തി കുറേ സൊസൈറ്റികൾ വിതരണം ചെയ്തിട്ടുണ്ട്.
വിതരണത്തിലൊക്കെ ചെറിയ ചെറിയ കമ്മിറ്റികളിൽ നിന്ന് പ്രതിപക്ഷത്തെ എന്തിനു ആ, സർ പറയാം. അത് ഞാൻ അതിലേക്ക് വരാം. അതൊക്കെ വരികയാണ്. പാഠപുസ്തകം എത്തിയിട്ടുണ്ട്. പിന്നെ പാഠപുസ്തകം കിട്ടാതെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ അബ്ദുറവ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ക്ലാസ് നടത്തിയിട്ടുണ്ട്. ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് പരീക്ഷ നടത്തേണ്ടി വന്ന വിദ്യാഭ്യാസ മന്ത്രിയുള്ള കാലഘട്ടം നമ്മൾ ഓർമ്മിക്കണം. ഇപ്പോൾ കഴിഞ്ഞ 6-7 വർഷമായിട്ട് പാഠപുസ്തകം സ്കൂളിൽ എത്താത്തതിൻ്റെ എവിടെയെങ്കിലും ഒരു പരാതി ഉയർന്നിട്ടുണ്ടോ? എവിടെയില്ല. എല്ലാ ഡിപ്പോയിലും കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഈ QIP സംഘടനകളെ യോഗത്തിലടക്കം വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ മുഴുവൻ കുട്ടികൾക്കും പുതിയ പാഠപുസ്തകം എത്തും. ഒരു വിദ്യാഭ്യാസ മന്ത്രി. ഇനി ചോദ്യം, പ്രതിപക്ഷത്തെ അങ്ങനെ ഉൾക്കൊള്ളാണ്ടൊന്നും എല്ലാ ഈ ഫോക്കസ് ഗ്രൂപ്പ് രൂപീകരിച്ച മാതിരി 26 ഫോക്കസ് ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പ്രതിപക്ഷം എല്ലാ QIP യോഗത്തിലെടുത്ത തീരുമാനങ്ങളടക്കം ലംഘിക്കുന്ന രൂപത്തിലൊക്കെ വരുന്നത് വരാതിരുന്നാണ് ഇന്ന് വരെ ആ യോഗത്തിലേക്ക് വിളിച്ചിട്ടില്ല. ഇവിടെ സൂചിപ്പിച്ച പോലെ 26 രക്ഷാകർത്ത വിദ്യാഭ്യാസത്തിന്റെ ആദ്യമായി നിങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഫോക്കസ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടല്ലോ. ശരിക്കും സംഭവിച്ചിട്ടില്ല. ഒരാൾ പറഞ്ഞു ഞങ്ങൾ ഇതൊന്നും വിളിച്ചിട്ടില്ല, മറ്റേ ആൾ പറഞ്ഞു വിളിച്ചിട്ടില്ല, ഇവർ വന്നിട്ടില്ല. ഏകപക്ഷീയമായ പാഠപുസ്തകം നിർമ്മിച്ചു എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ്. അതിന് നമുക്ക് എതിർപ്പുള്ളൂ. അല്ലാതെ നമുക്കെന്താ എതിർപ്പ്? പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇടതുപക്ഷം ഭരിക്കുന്ന മുമ്പ് ഉമ്മൻചാണ്ടി ഭരിച്ചില്ല. 2013 പാഠപുസ്തകം ഉണ്ടാക്കിയില്ലേ? എല്ലാ KSP അടക്കം പങ്കെടുത്തിട്ടില്ലേ? എല്ലാവരും പറയാൻ പറ്റും. നമുക്ക് അത് ശ്രീ രമേശ് മാഷ് പറയുന്നതിനോട് യോജിക്കാനേ ആവില്ല. കാരണം നമ്മള് നേരത്തെ ഇവിടെ ശശീന്ദ്ര മാഷ് സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്ലാസ് റൂമിൽ വരുന്ന പാഠഭാഗങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ചർച്ച കുട്ടികളിൽ നിന്ന് പോലെ ഒരു ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് ഒരു ജനകീയ അങ്ങനെ ജനകീയ മുഖമുണ്ടെങ്കിൽ എന്തിനാ പ്രതിപക്ഷത്തെ മാറ്റി നിർത്തേണ്ട ആവശ്യം? അതാണ് ചോദ്യം. ഈ ജനകീയ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ക്ലാസ് ചർച്ച നടത്തി, രക്ഷിതാവ് ചർച്ച നടത്തി, എന്നിട്ട് ആ പാഠപുസ്തകം ഉണ്ടാക്കിയത് എന്തിനാ പ്രതിപക്ഷത്തെ ഭയപ്പെടുന്നത്? പ്രതിപക്ഷത്തിലെ QIP സംഘടനകളായ എത്ര സംഘടനകളുണ്ട്? 5 സംഘടനകളില്ലേ? അതിൽ ഒരാളെ പോലും ഉൾപ്പെടുത്താൻ സാധിച്ചു? ആരും വിളിച്ചിട്ടില്ല. ഡയറക്ടർ, ഈ പുസ്തകങ്ങളെല്ലാം ഡിപ്പോയിൽ എത്തിക്കഴിഞ്ഞു, പൂർണ്ണമായിട്ടും വിതരണം തുടങ്ങിയോ? ഈ കെട്ടിടങ്ങൾ പാമ്പുകടിയേറ്റ് കുട്ടികൾ മരിച്ച നാടാ നമ്മുടെ. അപ്പൊ കെട്ടിടങ്ങളുടെ സുരക്ഷയൊക്കെ പരിശോധിച്ചിട്ട് എന്താ അവസ്ഥ? കെട്ടിടങ്ങളുടെ സുരക്ഷ നമ്മൾ മെയ് 20 കൂടെ പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശമാണ് വകുപ്പ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ചു വിദ്യാഭ്യാസ വകുപ്പിനോട് ചേർന്നുകൊണ്ട് തന്നെ എല്ലാ വകുപ്പുകളുടെ ഒരു ഏകോപനം എൻഷുർ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ മെയ് ലാസ്റ്റ് വീക്ക് മീൻസ് 25 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ഓഫീസേഴ്സും, അത് ജില്ലാ ഉപജില്ലാ തലത്തിൽ DD തലത്തിലുമുള്ള എല്ലാ ഓഫീസ് സ്റ്റാഫിനെയും നമ്മുടെ എല്ലാ മാൻ പവറും അതോടൊപ്പം SSK ഡയറ്റ് എല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ട് ഓരോ വിദ്യാലയവും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അത് എൻഷുർ ചെയ്യുന്നുണ്ട്. ചെക്ക് ലിസ്റ്റ് വെച്ചുകൊണ്ട് തന്നെ സ്കൂൾ തുറക്കുന്നത്, പ്രത്യേകിച്ചും കുട്ടികളുടെ സുരക്ഷ. അപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു അനുഭവമാണ് അത്. അത്തരത്തിൽ ഉള്ള ഒരനുഭവം ഇല്ലാതാക്കുന്നതിന് എല്ലാവിധ മുന്നൊരുക്കവും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ട് പരിശോധിക്കുന്നത്. ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നതിന് അധ്യാപകരെ എത്രമാത്രം പ്രാപ്തരാക്കാൻ സാധിച്ചിട്ടുണ്ട് വകുപ്പിൽ? അതാണ് നമുക്ക് പരിവർത്തിത സംഗമം നടക്കുന്നത് അധ്യാപകരുടെ. അതിൽ നമുക്ക് ഈ പുതിയ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല, സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ, അധ്യാപനം മികച്ച ഏറ്റവും നമ്മുടെ സൊസൈറ്റി എന്താണോ നമ്മളിൽ നിന്ന് കാക്ഷിക്കുന്നത് അത്തരത്തിൽ അധ്യാപകരെ ഉയർത്തുന്നതിനാവശ്യമായ മീൻസ് പരിവർത്തിത സംഗമ പരിപാടികളിൽ അത്തരം ഒരു മൊഡ്യൂളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് രമേശൻ പരിവർത്തനം ഉണ്ടാവും? അല്ല, പരിവർത്തനം അധ്യാപകർക്ക് ഉണ്ടാവും. പക്ഷെ നേരത്തെ ഇവിടെ ശശി പറഞ്ഞതിനൊരു മറുപടി പറഞ്ഞില്ലേ മോശം. 2013 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പാഠപുസ്തക നിർമ്മാണശാലയിൽ എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അത് എല്ലാ സമൂഹം അംഗീകരിച്ചു, രക്ഷിതാക്കൾ അംഗീകരിച്ചു, കുട്ടികൾ അംഗീകരിച്ചു, എല്ലാം വിദ്യാഭ്യാസ വിദഗ്ധന്മാർ അംഗീകരിച്ചുകൊണ്ടാണ് എന്ത് കുറ്റം പറഞ്ഞാലും അന്നൊക്കെ സ്കൂളിലേക്ക് കുട്ടികൾ വരാൻ തുടങ്ങിയത്. ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഈ പാഠപുസ്തകത്തിന്റെ കണ്ടന്റ് മോശമാവുമ്പോൾ എന്താ സംഭവിക്കുക? പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ പുറത്തേക്ക് പോകും. ഒരു സംശയം അല്ല, ഈ പാഠപുസ്തകം ഡിപ്പോയിൽ എത്തിയത് എന്തുകൊണ്ട് RP മാർക്ക് കൊടുത്തുകൂടാ? RP മാർക്ക് കിട്ടിയില്ല ഇതുവരെ.
ഇന്നാണ് സെക്കൻഡ് ഡേ ആർക്കും ഇതുവരെ പുസ്തകം കിട്ടിയില്ല. പരിശീലനത്തിന് പുസ്തകമില്ല. അതല്ല ഞങ്ങൾ പറയുന്നത്. പരിശീലന പുസ്തകം ഉണ്ടെങ്കിൽ ഞങ്ങൾ വായിച്ചു വെക്കല്ലോ. അതിലെന്താണ് ഇതുവരെ പുറത്തുവിട്ട് ഇപ്പൊ ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? മന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ഉദ്ഘാടനം ചെയ്തിട്ട് തരാൻ എപ്പോഴാണ് ഉദ്ഘാടനം പറയണ്ടേ? ഞാൻ കോട്ടയം പറഞ്ഞില്ല. അതുകൊണ്ട് ഇന്നാണ് നമ്മുടെ മൊഡ്യൂൾ പ്രകാരം പുതിയ ടെക്സ്റ്റ് ബുക്ക് അധ്യാപകരെ പരിചയപ്പെടുത്തുന്നത്. ഇന്നാണ് സെക്കൻഡ് ഡേ ആണ്. അതോടനുബന്ധിച്ച് ടെക്സ്റ്റ് ബുക്ക് മേഡം PDF 233 ക്ഷമാനിക്കല്ല PDF ഞാൻ ഇങ്ങനെ ചോദിച്ചു RP-മാരോട്. അവർ എന്നോട് പറഞ്ഞു ഞങ്ങൾക്കൊരു PDF ഉള്ളൂ. PDF വെച്ചിട്ട് പരിവർത്തനം നടത്തുന്നു. അധ്യാപക പരിശീലന കേന്ദ്രങ്ങളാണ് ഉള്ളത്. ആ എല്ലാ കേന്ദ്രങ്ങളിലും പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇന്നലെ നമ്മൾ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ സർക്കാർ ഏറ്റവും മികച്ച രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ചും നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ കുട്ടികൾ ആശ്രയിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളിപ്പോൾ രമേശ് മാഷുടെ ഇരിക്കുന്നുണ്ട്. 2016 ശേഷം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം അത് അക്കാദമികമായാലും ഭൗതികമായാലും ഒരാൾക്ക് പോലും നിഷേധിക്കാൻ വേണ്ടി സാധിക്കുമോ? ഇന്ന് നമ്മുടെ ജില്ലയിൽ തന്നെ ഇപ്പം മുണ്ടേരി സ്കൂൾ, ഞാൻ ആ ഒരു സ്കൂൾ മാത്രമല്ല സർക്കാർ സ്കൂളിൻ്റെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുകയാണ്. അന്ന് ഈ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ രമേശ് മാഷ് ഉൾപ്പെടെയുള്ള വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊപ്പം ഇത് വെറും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുമെന്ന് പറഞ്ഞു. പക്ഷേ യാഥാർത്ഥ്യമായി 14 ലക്ഷത്തോളം കുട്ടികൾ കൂടുതലായി വന്നു. വെറുതെ വന്നതല്ല. ഇപ്പോൾ പറഞ്ഞല്ലോ പാഠപുസ്തകത്തിന്റെ കണ്ടന്റ് ഉണ്ട് വളരെ. ഇപ്പം അഖിലേന്ത്യാ പരീക്ഷകളിൽ കേരളത്തിലെ കുട്ടികൾ മുന്നേറുന്നു. സിവിൽ സർവീസ് പരീക്ഷയിൽ എങ്ങനെ വന്നത്? ആ പാഠ്യപദ്ധതിയും പാഠപുസ്തകത്തിന്റെയും ഭാഗമായി നമ്മുടെ അക്കാദമിക രംഗത്തുണ്ടായ നേട്ടം അത് അനുഭവിച്ചു വരികയാണ് സർക്കാർ. ശശിവരെ സംബന്ധിച്ചല്ലോ ഈ പാഠപുസ്തകം ഇന്നലെ ഈ വർഷം മാറുന്നല്ലോ. നേരത്തെ പാഠപുസ്തകത്തിന്റെ ഇതുവരെ പഠിപ്പിച്ചോണ്ടിരുന്നത് ആ പാഠപുസ്തകം കൊള്ളുന്ന പാഠപുസ്തകമാണ്. അതുകൊണ്ടാണ് കുട്ടികൾ നിലവാരം മെച്ചപ്പെടണമെങ്കിൽ പാഠപുസ്തകം മെച്ചപ്പെടണം. ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള പാഠപുസ്തകമായിരിക്കണം. ഇതില് ഈ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം വല്ലാതെ ഭയക്കുന്നു. രമേശൻ മാഷയുടെ ഭാഷയിൽ കേരളത്തിലെ പാഠപുസ്തകങ്ങൾ ചുവപ്പുവൽക്കരിക്കുന്നു. അങ്ങനെ എവിടെയെങ്കിലും ഇത് ഈ സമൂഹത്തിനകത്തൊരു ചർച്ച നടന്നു? ഞാൻ പറഞ്ഞത് മറിച്ച് വളരെ ഇടുങ്ങിയ സങ്കുചിതമായ മനോഭാവത്തോടു കൂടിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രക്രിയയെ ഇവർ കാണുന്നത്. തുറന്ന സ്വതന്ത്രമായ അന്വേഷണത്തിനും പഠനത്തിനും ഒരു ലോകത്തിലുള്ള പാഠപുസ്തകങ്ങളാണ് വേണ്ടത്. ആരും ലോകം നമ്മളെ കഴിക്കുന്നില്ല. ഒരു മിനിറ്റ് പാഠപുസ്തകങ്ങൾ എത്തില്ലോ. കഴിഞ്ഞ 7 വർഷവും പാഠപുസ്തകം എത്താത്ത ഒരു ചർച്ച എവിടെയും വന്നില്ല. വിദ്യാഭ്യാസ അധികാരി പറഞ്ഞു പാഠപുസ്തകങ്ങൾ എത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ അധികാരികളെ സാധാരണ ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും. സ്വാഭാവിക എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങള് ഈ തൊഴുത്തിനോട് ആ കേരളത്തിലെ ഒരു മാധ്യമം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ ചിത്രീകരിച്ച അന്നും കൈയടിച്ചവരാണ്. ശശി പറയുന്നത് നന്നാവട്ടെ. ഞങ്ങൾ ആശങ്ക പരിഹരിക്കണം. ഒരു മിനിറ്റ് നമ്മളിപ്പോ ഈ പറഞ്ഞില്ല ഇവർ രണ്ടുപേരും പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വല്ലാണ്ട് ഉയർന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു 10ാം ക്ലാസ് പാസ്സായവരും +2 പാസ്സായവരും പേരെഴുതാൻ പോലും അറിയില്ല എന്ന്. 100% വിജയം എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ ഇത് ഗുണനിലവാരം കൂടിയതുകൊണ്ടാണോ എന്താ അതിൻ്റെ ഒരു അവസ്ഥ? അതുകൊണ്ടല്ലേ പുതിയൊരു 30% എഴുത്തു പരീക്ഷയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് അതിന് കഴിഞ്ഞ ഒരു നേർരേഖയിൽ തന്നെ സൂചിപ്പിച്ചാണ് എന്റെ ഉന്നതാധികാരി പറഞ്ഞതില് അതില് എനിക്കത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. വേറൊരു കാര്യം പറയാനാണ് ടെക്സ്റ്റ് ബുക്കായിട്ട് ബന്ധപ്പെട്ട് രമേശ് മാഷ് പറയുന്നത് തികച്ചും വാസ്തവവിരുദ്ധാണ്. ഇന്നലത്തെ നമ്മുടെ ജില്ലയില്
നമുക്ക് ലഭിക്കേണ്ട പുസ്തകത്തിൽ 70% ബുക്ക് നമുക്ക് വന്നു. അത് ഹബിലേക്ക് 69% നമ്മൾ ഹബിലേക്ക് മൂവ് ചെയ്തു. അത് സൊസൈറ്റികളിൽ ഉണ്ടാവാം, സ്കൂളിൽ നമ്മൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ചാണ് കുട്ടികൾക്ക് ചിലപ്പോൾ വിതരണം ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഫുൾ നമ്മൾ സെറ്റാണ്. ഒരു ചോദ്യം നമ്മൾ നിങ്ങൾ ഗുണനിലവാരം പറഞ്ഞു, വലിയ പാഠ്യപദ്ധതി പാഠപുസ്തകങ്ങളാണ് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ വന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞല്ലോ, 10ാം ക്ലാസ് പാസ്സായവരും +2 പാസ്സായവരും മലയാളം എഴുതാനും ഇംഗ്ലീഷിൽ പേര് എഴുതാനും അറിയാത്ത കാലഘട്ടം ഉണ്ട്. അത് ഏത് നിലവാരത്തിൽ നിന്ന് അത് പറഞ്ഞത് എനിക്കറിയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അധ്യാപകർ അത്ര മോശക്കാരൊന്നുമില്ല കേരളത്തിൽ. എല്ലാവരും നല്ല അക്കാദമിക് നിലവാരം. അതെ, അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മന്ത്രി കഴിഞ്ഞ ദിവസം QAP യോഗത്തിനും പറഞ്ഞിട്ടുണ്ട്, ഒരു മിനിമം മാർക്കിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതിന് 28ാം തീയതി വിദ്യാഭ്യാസ വിശ്വന്മാരുടെയും അധ്യാപക സംഘടനാ പ്രതിനിധിയോട് യോഗം അദ്ദേഹം വിളിക്കുന്നുണ്ട്. പക്ഷെ അതിലെന്താ ഒരു കാര്യം, ഇപ്പൊ ജനത്തിന് മൊത്തം നമുക്കൊരു കാര്യം ആലോചിക്കേണ്ടത്, 1ാം ക്ലാസ് മുതൽ ഇപ്പൊ 9ാം ക്ലാസ് വരെ ഫുൾ പാസ്സാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നമ്മൾ പാസ്സാകുന്നത് കൊണ്ട് തന്നെ കുട്ടിക്കൊന്നും ഒരു സഹിക്കാനുള്ള ഒരു മനോഭാവമൊന്നുമില്ല. പണ്ട് എന്തും നമ്മൾ സഹിക്കും. ഇന്ന് എൻ്റെ നാട്ടില് 11 വയസ്സിനടുത്ത് തൂങ്ങി മരിച്ചു. നിങ്ങളറിയാം, എൻ്റെ നാട്ടിൽ 11 വയസ്സ് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി തൂങ്ങി മരിച്ചു. ചെറിയ വിഷയറ്റ, വളരെ ചെറിയ വിഷയം. എന്നുവെച്ചാൽ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലാണ് കുട്ടികൾ പോകുന്നത്. അപ്പൊ അതിന് സ്വാഭാവികമായ ഒരു മിനിമം മാർക്കിനോട് നമ്മൾ എതിർപ്പൊന്നുമില്ല. പക്ഷെ അതെങ്ങനെ നടപ്പിലാക്കണം, ഏത് രീതിയിൽ നടപ്പിലാക്കണം, അത് കുട്ടികൾക്ക് മാനസികമായി പല പ്രയാസം ഉണ്ടാകുന്ന രീതിയിലാകരുത് എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ രീതിയിലേക്ക്. എന്തുകൊണ്ട് ഈ മാറ്റത്തിന് വീണ്ടും മാറേണ്ടി വരുന്നു? നമ്മൾ 9ാം ക്ലാസ് വരെ കുട്ടികളെ മാനസികമായി സങ്കടപ്പെടുത്തരുത്, അവരെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് മാറി? ഈ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണങ്ങൾ എല്ലാ കാലത്തും അനിവാര്യമാണ്. നമ്മൾ ഒന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ അതിൻ്റെ ഓരോ കാലഘട്ടത്തിലും അതിനെ വിലയിരുത്തും. അപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും ഒക്കെ ഇങ്ങനെ ഒരു അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ആ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ അത് ഒറ്റയടിക്ക് നടപ്പാക്കുമെന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടില്ല. എല്ലാ സംഘടനകളും ആലോചിച്ച് നമുക്ക് അതാണ് ഗുണകരമെങ്കിൽ അത് പ്രായമാക്കേണ്ടി വരും. അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടി വരും. അത് സ്വാഭാവികമാണ്. അതിന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആ വിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരും രാഷ്ട്രീയത്തിനതീതമായി അങ്ങനെ ഒരു ഗുണപരമായ ഒരു വശാതിലുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നു. ഡെപ്യൂട്ടി ഡയറക്ടർ സാധാരണ കുട്ടികൾക്ക് പുസ്തകം കൊടുക്കും, നിങ്ങൾ അധ്യാപകർക്കും പുസ്തകം തരും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി. കുട്ടികൾ പഠിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും രക്ഷിതാക്കൾക്ക് കൂടി പുസ്തകം വരുന്നു. എന്താണ് അതിൻ്റെ ഒരു പരിപാടി? ഏതൊക്കെ തരത്തിലാണ് അത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്? നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കുട്ടികളുടെ പഠനം ഏറ്റവും കൂടുതലായിട്ട് അത് സ്വാധീനിക്കുന്നത് വീട്ടിൽ തന്നെയാണ്. നമുക്ക് സ്കൂളിൽ പഠനം ക്രമീകരിക്കുമ്പോഴും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് വീട്ടിൽ വേണം. അത് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് പാരൻസിന് അറിഞ്ഞിരിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു. എന്താണ് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ? എങ്ങനെയാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്? പുസ്തകം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, പണിപ്പുരയിലാണെന്നല്ലേ പറഞ്ഞത്? അതുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോഴ് നമുക്ക് ഉത്തരവല്ല, നിലവിലിപ്പോഴ് നമുക്ക് ഹബിലേക്ക് കുട്ടികൾക്കുള്ള പുസ്തകങ്ങളുടെ അതില് ഇപ്പം ഈ പറയുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു എന്നല്ലാതെ അതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. പിന്നെ അതിനനുസരിച്ചുള്ള പാഠപുസ്തകങ്ങൾ ഇതുവരെ അച്ചടിച്ചില്ല. ഇപ്പം കുട്ടിയെ കൊടുക്കാനുള്ള അച്ചടിച്ച് അഭിലത്തി എന്നാണ് ഇവർ പറയുന്നത്. അഭിലത്തിയിട്ടുണ്ടാവും. നമ്മളിത് പറയുന്നത് തന്നെ ഈ അഭിലത്തിയോ ഇല്ലയോ എന്നുള്ള വിഷയം. ഇത് നിങ്ങൾ വലിയ നമുക്കിപ്പം ഈ ഏറ്റവും മികച്ച പരിവർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് 5 ദിവസത്തെ. ആ പരിവർത്തനത്തിൽ പോകുന്നത് നമുക്ക് പരിചയപ്പെടാൻ പുസ്തകം കിട്ടണം. അത് കിട്ടാതെപ്പോഴാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്. അതാണ് ഇതിന്റെ വിഷയം. ഇതിപ്പം രക്ഷിതാക്കൾക്ക് കിട്ടിയോണ്ടോ? രക്ഷിതാക്കൾക്ക് സ്വാഭാവികമായും കുട്ടികളുടെ കയ്യിൽ പുസ്തകം ഉണ്ടാവും, താല്പര്യമുള്ള അതല്ല രക്ഷിതാക്കൾക്ക് കുട്ടികളെ രൂപപ്പെടുത്താൻ വേറെ പുസ്തകം കൊടുക്കുക. അപ്പൊ ഇതല്ല. പക്ഷേ സ്വാഭാവികമായിട്ടും കാലാകാലങ്ങളിൽ രക്ഷിതാക്കൾക്ക് പുസ്തകം കൊടുത്ത് ഞങ്ങൾ എതിരൊന്നുമല്ല, നമുക്ക് ആർക്കും എതിർപ്പുമില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ സാധാരണഗതിയിൽ കുട്ടികളെ നോക്കുന്ന രക്ഷിതാക്കന്മാർ അവരുടെ പുസ്തകം എപ്പോഴും പരിശോധിക്കാറുണ്ട്. ആ സാധാരണ ഇപ്പം പഴയ കാലമൊന്നുമില്ല. രക്ഷിതാവിനും വളരെ ജാഗ്രതയോടുകൂടി തന്നെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഇപ്പോഴത്തെ രക്ഷിതാക്കൾ. അതുകൊണ്ട് അവർക്ക് പുസ്തകം കൊടുക്കുന്നില്ല. പക്ഷെ അതൊന്നും പറഞ്ഞു എന്നല്ലാതെ അതുമായി യാതൊരു നടപടി അല്ലല്ല. അവർക്ക് വേറെ അവരെ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ. കേരളത്തിന്റെ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വളരെ ജാഗ്രതയോടുകൂടി സമൂഹം ശ്രദ്ധിക്കാറുണ്ട്. രക്ഷിതാക്കളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളെ ഈ സമൂഹത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയടക്കം കുട്ടികളുടെ ഉന്നത പഠനവും അതേ വിദ്യാഭ്യാസ മേഖലയിലും രക്ഷിതാക്കൾക്ക് വലിയ പങ്കുവഹിക്കാനുണ്ട്. അത് കുട്ടികളെ ശരിയായ രീതിയിലേക്ക് നയിക്കാം. അവർ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിൽ അവരുടെ പഠന രീതി എങ്ങനെയായിരിക്കണം, അവരെന്തൊക്കെ പഠിച്ചിരിക്കണം എന്നതിനെ സംബന്ധിച്ച് രക്ഷിതാക്കളുടെ അവബോധം വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും പുതിയ ആധുനിക കാലഘട്ടത്തിൽ.
അപ്പോൾ ആ രൂപത്തിലുള്ള രക്ഷിതാക്കൾക്കുള്ള ഒരു എംപവർമെന്റ് കൂടിയാണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ വളരെ ഇപ്പം +1 അഡ്മിഷൻ ആരംഭിക്കുന്നു. അപ്പോൾ ആ +1 അഡ്മിഷൻ ആരംഭിക്കുമ്പോൾ എൻ്റെ കുട്ടി ഇപ്പോൾ നമുക്കറിയാം പൊതുവെ ഏതൊക്കെ സയൻസ് കോഴ്സ് ചേരണോ, ഹ്യൂമാനിറ്റീസ് വേണോ, കൊമേഴ്സ് വേണോ, അപ്പോൾ രക്ഷിതാക്കൾക്കുള്ളൊരു അവബോധം ഈ കുട്ടികളിലെ നേരെ നയിക്കുന്നതിന് അവർക്കൊരു ഒരു വിദ്യാഭ്യാസം എന്ന രൂപത്തിലാണ് ഇതിനെ കാണുന്നത്. തീർച്ചയായും കേരളത്തിൻ്റെ പാഠ്യപദ്ധതിയിൽ ഏറ്റവും ഗുണകരമായ ഒരു മാതൃകാപരമായ ഒരു ഇടപെടലായിരിക്കും രക്ഷിതാക്കൾക്കുള്ള ഈ പാഠപുസ്തകം ഈ പുസ്തകം അത് ഉപയോഗപ്പെടുത്തുന്നതോടുകൂടി ഈ കൈപ്പുസ്തകം അത് ഗുണപരമായ ഒരു മാറ്റത്തിന് കൂടി വഴിതെളിക്കും. ഡി നമ്മൾ ഈ എപ്പോഴും കേൾക്കാറുണ്ട് ഈ ഹെഡ് മാസ്റ്റർമാർ സ്കൂളുകളിലെ ഈ ഉച്ചക്കഞ്ഞി ഉച്ചഭക്ഷണമൊക്കെ കൊടുക്കും, അല്ല ഭക്ഷണം സമൃദ്ധമായ ഭക്ഷണം കൊടുക്കും, പക്ഷെ പൈസയുടെ കാര്യത്തിൽ എപ്പോഴും ഈ പ്രധാന അധ്യാപകർ കിടന്ന് കഷ്ടപ്പെടുന്നു, അവർ ബുദ്ധിമുട്ടുന്നു, അതിന്റെ ഫണ്ടൊന്നും കിട്ടുന്നില്ല എന്ന നിലയ്ക്ക് വ്യാപകമായി കുറച്ച് ഒരു ഡിലേ ഉണ്ടായിരുന്നു 2 മാസത്തൊക്കെ, അതൊക്കെ ക്ലിയർ ചെയ്തു. എങ്ങനെയാ 2 മാസത്തല്ല, കഴിഞ്ഞ 23-24 അധ്യയന വർഷത്തില് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസത്തെ പൈസ 4 മാസത്തെ പൈസ 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ ചിലവാകുന്ന സ്കൂളുകളുണ്ട്. അവസാനം ഇതിന്റെ ഉത്തരവാദി എച്ച്എമ്മിനാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം. ചിലപ്പോൾ മറ്റുള്ള അധ്യാപകർക്ക് ചാർജ് കൊടുത്ത് അധ്യാപകർ എടുക്കാൻ തയ്യാറാകാത്ത ഒരു കാലഘട്ടമായിരുന്നു. കാരണം വലിയ ബാധ്യതയുണ്ട്, അത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. ഒരു വലിയ ബാധ്യത 8 ലക്ഷം റുപ്യ അല്ലെങ്കിൽ 5 ലക്ഷം റുപ്യ 4 മാസം കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പഴയ ബുക്ക് വേണ്ടി വരും, എല്ലാവരും നടത്തിക്കൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കുട്ടികൾക്ക് നമുക്ക് ഒരു മാനസികമായ വലിയ പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ്. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും എല്ലാ കാലവും കൊടുക്കുന്ന ഭക്ഷണം കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അത് വലിയ മോശമാണ്. അതുകൊണ്ട് തന്നെ പല സാഹസങ്ങൾ. അപ്പൊ അവസാനം രക്ഷയിലായിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഹൈക്കോടതി പോയി. KPST ഹൈക്കോടതി പോയി കേസ് കൊടുത്ത് ആ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് 4 മാസത്തെ പൈസ ഒന്നായിട്ട് കിട്ടിയത്. ഇപ്പൊ ഓരോ മാസവും നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ മാസം കഴിയും തോറും ആ മാസം തരില്ല, ഉടനെ കേസ് എടുപ്പിക്കും. കേസ് ഗവൺമെന്റ് പ്ലീഡോട് ചോദിക്കുമ്പോൾ നാളെ കൊടുക്കും, ഉടനെ പിറ്റത്തഴിച്ച് പൈസ കിട്ടും. ആ രീതിയിലൊക്കെ പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ കാര്യം. കാരണം ഇതില് 60% 40%. അത് ആ സ്റ്റേറ്റ് ഗവൺമെന്റ് വിഹിതം സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് വീതം കിട്ടിയില്ല. സെൻട്രൽ ഗവൺമെന്റ് വീതം കിട്ടാതിരിക്കാൻ കാരണം നമ്മൾ അന്വേഷിച്ചപ്പോ അത് കൃത്യമായിട്ട് കൃത്യമായിട്ട് കൊടുത്തില്ല, അവർ തരില്ല. അങ്ങനെയാണ് അവർ പറയുന്നത്. ഇത് ആരെ വിശ്വസിക്കണമെന്ന് പറയുന്നത് ഈ ഭക്ഷണം കുട്ടികൾക്ക് കൊടുത്തിട്ട് അതിന്റെ പൈസക്ക് അധ്യാപകർ ഇങ്ങനെ തെണ്ടി നടക്കേണ്ട സ്ഥിതി വളരെ മോശമല്ലേ? എന്താണ് ഈ ഉച്ചഭക്ഷണ പദ്ധതി വിദ്യാലയത്തിൽ നടപ്പിലാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ പറ്റില്ല. അവർ ലക്ഷ്യമുണ്ടായിരുന്നു. രമേശ് മാഷ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 3-4 മാസത്തെ പൈസ സംബന്ധിച്ച് ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും KPST കേസ് കൊടുത്ത് കോടതി വിധി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നൽകിയെന്ന അഭിപ്രായം നമുക്കില്ല. കൃത്യമായി ഞാൻ ചോദിക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റ് സമയാസമയം സംസ്ഥാന ഗവൺമെന്റ് നൽകേണ്ട ഉച്ചഭക്ഷണ വിഹിതത്തിന്റെ തുക കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളത് പലതവണ ഞങ്ങളുടെ സംഘടനയൊക്കെ പരസ്യമായി അതിനെതിരെ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. കിട്ടുന്നില്ല. നേരത്തെ ഒരു വർഷത്തെ തുക 2 ഗഡുക്കളായിട്ട് മുഴുവൻ പൈസയും അഡ്വാൻസ് ആയിട്ട് തന്നിരുന്നു. ഇപ്പോൾ 4 ഗഡുക്കളാണ്, അതും തരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ശരിയാണെങ്കിൽ ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് 1 ഗഡു കഴിഞ്ഞ വർഷത്തെ തുക ഇപ്പോഴും അനുവദിക്കാനുണ്ട്. നമ്മുടെ ഇവിടെയുള്ള MP-മാർ, കേരളത്തിലെ MP-മാർ പാർലമെന്റിനകത്ത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കണം. എവിടെ ഉന്നയിച്ചിട്ടില്ല, ഉന്നയിക്കുന്നില്ല, എല്ലാവരും ഒന്നില്ല. കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പാർലമെന്റിനകത്ത് ചർച്ച നടത്തിയിട്ടുണ്ട്. ഒരാൾ മാത്രമേ ഉള്ളൂ. അവരൊക്കെ ഞാൻ പറയുന്നത് അവിടെ പോയി പറയാതിരിക്കുകയും കേരളത്തിന്റെ ആവശ്യങ്ങളോട് മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിലടക്കം പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് കേരളത്തിന്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് രമേശ് മാഷിനെ സമ്മതിച്ചു. നമ്മൾ ആരും പറയാതെ തന്നെ രമേശ് മാഷ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദി കേരള സർക്കാരാണ് എന്ന് പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. വളരെ കൃത്യമായ രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ട് കേരളത്തെ സർക്കാരിനെ ജനപക്ഷ നിലപാടുകളിൽ നിന്നും അകറ്റി നിർത്തുന്ന
അധ്യാപകന്റെ ലക്ഷ്മണൻ പറയും നിങ്ങൾ അധ്യാപകന്റെ റോളിലേക്ക് വരൂ എന്നാണ്. അധ്യാപക രമേശ് മാഷി അതുകൊണ്ടാണല്ലോ രമേശ് മാഷി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഇകഴ്ത്തുന്ന രൂപത്തിലുള്ള തുടർച്ചയായ പ്രസ്താവനകൾ എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രേക്ഷകര് കേരളത്തിലെ അധ്യാപക പരിശീലനത്തിൽ പാഠപുസ്തകങ്ങൾ വന്നിട്ടില്ല എന്താ വിചാരിക്കുക? പറയാണ് പാഠപുസ്തകങ്ങൾ റെഡിയാണ്, മുന്നോട്ട് പുസ്തകങ്ങൾ എവിടെയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് വിദ്യാഭ്യാസ മേഖല അതിന് രാഷ്ട്രീയം കാണരുത്. നമ്മുടെ പാഠപുസ്തക നിർമ്മാണത്തിൽ പോലും അകറ്റി നിർത്തിയതാ നിങ്ങൾ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ പറ്റില്ലേ? അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് എത്തിയിട്ടില്ല. പിന്നെ MP-മാർ സംസാരിച്ചില്ല എന്ന് പറയുന്നത് ഒരു MP ഒന്നല്ല, 18 MP-മാർ പ്രേമേന്ദ്രൻ MP ഈ കാര്യം വളരെ വ്യക്തമായി ലോക്സഭയിൽ ഉന്നയിച്ചതാ. ഉച്ചഭക്ഷണ ഞാൻ അന്നേരം എന്താ മറുപടി വന്നേ? അന്നേരം മറുപടി വന്നത് മന്ത്രി പറഞ്ഞത് എന്താ? കൃത്യമായ കണക്ക് ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല 1 2 തവണ സംസ്ഥാന ഗവൺമെന്റ് അഡ്വാൻസ് ആയിട്ട് തുക കൊടുത്തു. മാച്ചിങ് ഫണ്ട് എന്ന രൂപത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല. ഞാൻ ചോദിക്കുന്ന രമേശ് മാഷിയുടെ സംഘടന ഉൾപ്പെടെ ആളുകൾ നിരവധിയായ സമരം ക്യാമ്പ് നോട്ടീസ് എവിടെയെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന് കിട്ടാനുള്ള തുക ഉച്ചഭക്ഷണം കൃത്യമായി ഞങ്ങളുടെ നോട്ടീസിൽ കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഈ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് കിട്ടേണ്ട തുക കിട്ടുന്നതിന് ഇടപെടാതിരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഡെപ്യൂട്ടി ഡയറക്ടർ, നമ്മളിപ്പം ഒറ്റ സ്ട്രെച്ചിലേക്ക് 1 മുതൽ +2 വരെ ഒറ്റ അതിലേക്ക് വരാൻ പോവാണ്. ഇപ്പം ഡിഗ്രിയിൽ അങ്ങനെ ഇപ്പം 4 വർഷത്തെ പുതിയ സംവിധാനം വന്നു. അതിന്റെ നടപടിക്രമങ്ങൾ എവിടെ വരെയായി? അത് നമുക്ക് -2 മീൻസ് എന്താ പറയുക, പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി തലം വരെ ഒറ്റ സ്ട്രക്ചറിലേക്ക് പോകാനുള്ള തീരുമാനമാണ് വരുന്നത്. ഖാദർ കമ്മീഷൻ ശുപാർശ ചെയ്തതാണ്. അത് ഈ ഒരു അധ്യയന വർഷം സാധ്യമാകുന്നുള്ള രീതിയിൽ അതിനൊരു കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നാൾക്ക് സാധിക്കില്ല. എന്താണ് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്? ഒന്നാം റിപ്പോർട്ട് മാത്രമേ കണ്ടിട്ടില്ല. 2ാം റിപ്പോർട്ട് വരും എന്ന് പറഞ്ഞ് ഇതുവരെ കണ്ടിട്ടില്ല. 2 റിപ്പോർട്ടിലാണോ അത് ഇനി കൂടുതൽ വരുന്ന കാര്യങ്ങൾ അതിലാണ് ഉള്ളത്. പക്ഷെ ഇതിലെന്താ വിഷയം വരുന്നത്? ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് KSTയുടെ റിപ്പോർട്ടാണ്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊന്നല്ല. ഞാൻ KST നേതാക്കന്മാർ കൊടുത്ത റിപ്പോർട്ട് ഖാദർ പേരിൽ വന്നേ ഇല്ല. അതിൽ വേറെ ഒരു റിപ്പോർട്ടൊന്നുമില്ല. യാഥാർത്ഥ്യമാണ്. അത് കാര്യം ശശി തന്നെ പറയാം, ഞാൻ ഇല്ലാന്നും പറഞ്ഞില്ല. അപ്പൊ ആ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടായ എന്തോ ആ റിപ്പോർട്ട് തകരാറാ. കാരണം അറിയാം, 10,000-കണക്കിന് അധ്യാപക തസ്തിക നഷ്ടപ്പെടാൻ പോവുകയാണ്. കാരണം ഇപ്പം നമുക്കറിയാലോ, ഹയർ സെക്കൻഡറിയിൽ വിഷയാടിസ്ഥാനത്തിൽ പിരീഡ് കുറവുള്ള അധ്യാപകർ താഴോട്ട് വരും. ഈ താഴോട്ട് വരുമ്പോൾ എന്തായി? താഴോട്ട് ഹൈസ്കൂൾ മേഖലയിൽ, സെക്കൻഡറി മേഖലയിലുള്ള തസ്തിക ഇല്ലാതാവുകയാണ്. അതിൽ പിന്നെയും താഴോട്ട് വരും. UP തലത്തിലും ഈ പ്രശ്നം ഉണ്ടാവുക. 10,000-കണക്കിന് തസ്തിക നഷ്ടപ്പെട്ട് അധ്യാപക മേഖലയിൽ സൃഷ്ടിക്കാനുള്ള ഇല്ലെന്ന് മാത്രമല്ല, ആവശ്യമുള്ള തസ്തികകളാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്കറിയാലോ, ഇപ്പൊ -2 മുതൽ +2 വരെ ഇപ്പൊ നിലവിൽ എത്ര തസ്തികയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെയെല്ലാം ഉണ്ടോ? +2 കുട്ടികൾക്ക് സീറ്റ് കിട്ടാതെ വിഷയമല്ലേ ഉള്ളൂ. +2 കുട്ടികൾ കുറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ കോമ്പിനേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന പീരീഡിന്റെ എണ്ണത്തിന്റെ ചെറിയ വ്യത്യാസം കൊണ്ടാണ് അവർക്ക് കൃത്യമായ പീരീഡ് കിട്ടാതെ. അവർ താഴോട്ട് വരുമ്പോൾ താഴെയുള്ള ആളുകൾ അങ്ങോട്ട് പോകും, പിന്നീട് താഴോട്ട് പോകും. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇനിയൊരു കാലത്തേക്ക്, കുറച്ച് കാലത്തേക്ക് പുതിയ ആളുകൾക്ക് ഇതിലേക്ക് കടന്നു വരാനുള്ള യാതൊരു സാഹചര്യം ഉണ്ടാവില്ല. ആവശ്യമുണ്ടെന്നല്ലോ, ആവശ്യം ഉണ്ടാക്കല്ലേ. ഒരു കുട്ടി നമ്മളെ മന്ത്രി അടക്കം പുറം രാജ്യത്ത് പോയിട്ട് 20 കുട്ടികളെ ഒരു ക്ലാസ്സിലുള്ളൂ എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ 45 കുട്ടികളെ പഠിപ്പിക്കുന്നത്. മനസ്സിലാക്കണം. അപ്പൊ അത്രയും കുട്ടികൾ, ഞാൻ കേട്ടോ, ഒരു ക്ലാസ് 45 കുട്ടികളെ അല്ലെങ്കിൽ 30 കുട്ടികളെ, ഇപ്പൊ 1ാം ക്ലാസ്സിലെല്ലാം ഒരു 15-20 കുട്ടികളെല്ലാം അതിലപ്പുറം പഠിപ്പിക്കാൻ സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. നമുക്കറിയാം. അതിൽ കൂടുതൽ കുട്ടികൾ വന്നാൽ എന്താ ഉണ്ടാകുന്നത്? ഇപ്പൊ 40-50 ഒക്കെയാണ്. അത് വളരെ പ്രയാസം. കാരണം അറിയാം, 30 കുട്ടികളെ വേണ്ടു. ഇപ്പം പല സ്ഥലത്തും അതിൽ കൂടുതലുള്ള കുട്ടികളുണ്ട്. 52 കുട്ടികൾ TC ആയിട്ട് ആളുകൾ പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ കൂടുതൽ നല്ല രീതിയിലുള്ള കുട്ടികൾക്ക് പഠനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ 1:45 നടപ്പിലാക്കുന്ന സമയത്ത് മന്ത്രിമാരടക്കം പുറം രാജ്യത്ത് പോയിട്ട് പറഞ്ഞ് 20 കുട്ടികളെ വേണ്ടുന്ന. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ കൂടുതൽ
ഉണ്ടല്ലോ. അപ്പൊ ഈ തസ്തിക സൃഷ്ടിക്കുക അതാണ് വേണ്ടത്. ശശീന്ദ്രൻ മാഷ് ഈ പ്ലേ സ്കൂൾ മുതൽ അല്ലെങ്കിൽ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ആ ഒരു നീക്കത്തെ കുറിച്ച് താങ്കളുടെ ഒരു നിരീക്ഷണം ഉണ്ടാകും? സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കാരണം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഈ അധികാര തർക്കങ്ങളൊക്കെ ഒരു ചെറിയ വിഷയമാണ്. യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പ്രീ പ്രൈമറി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി. അപ്പോൾ ഒരു സ്കൂളിലെ എല്ലാ സാഹചര്യങ്ങളും എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കുക, അനുകൂലമായ സാഹചര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അത് ഈ പറഞ്ഞ മാതിരി ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും അല്ലെങ്കിൽ ലയിപ്പിക്കുക എന്നുള്ള ഒരു ഏകീകരണമാണ്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ ഫണ്ട് കിട്ടുമ്പോൾ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന് പ്രൈമറിക്ക് ഫണ്ട് കിട്ടില്ല, പഞ്ചായത്തിൻ്റെ ഫണ്ട് ഹൈസ്കൂളിന് കിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് വളരെ സുഗമമായി സ്കൂൾ അന്തരീക്ഷം മുന്നോട്ട് പോകുന്നതിൽ ഒരു ഏകീകരണ പ്രഖ്യാപനം. രമേശ് മാഷ് പറഞ്ഞ പോലെ അത് കേസ് റിപ്പോർട്ടൊക്കെ പറഞ്ഞത് അത് വളരെ സങ്കുചിതമായി, ഞാൻ അതിന് മറുപടി പറയാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ കേരള വിദ്യാഭ്യാസ മേഖലയിലുള്ള ഏറ്റവും പുരോഗമനപരമായ ഒരു ഇടപെടലായിട്ടാണ് ഈ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നാം കാണേണ്ടത്. അത് വന്നിവിടെ 10,000-കണക്കിന് അധ്യാപക തസ്തിക പറഞ്ഞൊക്കെ അതിനെക്കുറിച്ച് വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാത്തതിന്റെ ഉറപ്പ് രമേശ് മാഷെ വെല്ലുവിളിച്ച് തന്നെ പറയാണ്. ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതോടുകൂടി കേരളത്തിലെ നിലവിലുള്ള അധ്യാപക ഒരു എണ്ണം പോലും കുറയില്ല എന്ന് മാത്രമല്ല, പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള തസ്തികകളുടെ എണ്ണം ഇപ്പൊ എന്താ പ്രൊമോഷൻ? സെക്കൻഡറിയിൽ അധ്യാപകർ കിട്ടുന്ന ഒരു പ്രൊമോഷനാണ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ. പ്രൊമോഷൻ പോയി. പിന്നെ അത് മാത്രമല്ല, എന്തിന് വേറെ കാര്യം, സാധാരണ അധികാര കേന്ദ്രീകരണത്തിലേക്ക് വരുന്നത്. ഈ വികേന്ദ്രീകരണമാണ് നമ്മൾ സ്വാഭാവികമായിട്ട് വികേന്ദ്രീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ എല്ലാം ഹയർ സെക്കൻഡറിയും VHCയും എല്ലാം DPIയും എല്ലാം ഒന്നാവാൻ പോവുക. എന്നാൽ ഭാരിച്ച് ഉത്തരവാദിത്തം വരാൻ പോവുക അവർക്ക് തന്നെ. കാരണം ഇത് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ എളുപ്പമാകില്ല, പ്രയാസങ്ങൾ ഉണ്ടാക്കും. വികേന്ദ്രീകരിക്കുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ്. അത് ഇതെല്ലാം താല്പര്യം മാറുള്ള താല്പര്യമാണ്. അതിന്റെ യഥാർത്ഥ താല്പര്യം അതെല്ലാം ശശിമാഷ്കറിയാം. താല്പര്യം എന്താണെന്ന് വെച്ചാൽ ചില സംഘടനകൾക്ക് ചില മേഖലകളിൽ സ്വാധീനമില്ല. ആ സ്വാധീനം ഉറപ്പിക്കാൻ എന്താണ് മാർഗം? അതെ, അതെനിക്കറിയാം, ഞാൻ പറഞ്ഞിട്ടില്ല ഏത് മേഖലയായാലും. ഹയർ സെക്കൻഡറി മേഖലയിൽ ഇടതുപക്ഷ സംഘടനകൾക്ക് സ്വാധീനം കുറവാണ് സ്വാഭാവികമായി. ആ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി എളുപ്പ വഴിയാണ് ഇപ്പൊ സ്വീകരിച്ചു വരുന്നത്. ഒരു സംശയം പിടിച്ചെടുക്കാൻ അതേപോലെ അതേ സംവിധാനമാണ്. അതായത് നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാക്കുന്ന അതേ സമീപനമാണ് ഇത് വരാൻ പോകുന്നത്. ഇതാണ് അറിയായിട്ടൊന്നല്ലായിരിക്കും. ഇത് ഇങ്ങനെ നമ്മൾ ഒരു ചർച്ച കൊണ്ടുവരും. എന്താ വെച്ചാല് ഈ കേൾക്കുന്ന പ്രേക്ഷകർ ഈ ഖാദർ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ പഠിച്ച ഒരാളാണ്. അതിന്റെ 1-ാം ഭാഗം മുഴുവൻ പഠിച്ച് 2-ാം ഭാഗത്തിന് കാര്യം പുറത്ത് വളരെ അടിവരുന്നു. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഇത്രമാത്രം ഗുണകരമായ റിപ്പോർട്ടില്ല. അതിനൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മളെ ഹൈസ്കൂൾ തസ്തിക നഷ്ടപ്പെടുന്നു. ഹൈസ്കൂളിലെ അല്ല ഹയർ സെക്കൻഡറിയിലെ ജൂനിയർ അധ്യാപകർക്ക് പ്രൊമോഷൻ കിട്ടും. ഇപ്പോൾ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പ്രൊമോഷൻ സാധ്യത എന്താ? ഒരു പ്രൊമോഷനില്ല, പ്രിൻസിപ്പൽ മാത്രം. RDD എന്ന സ്കെയിലില്ലാത്ത തസ്തിക. ഇത് വരുന്നതോടുകൂടി 266 തസ്തികകളിൽ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് പ്രൊമോഷൻ ഉണ്ട്. 266 തസ്തികകളിലേക്കാണ് പുതിയ. ഇനി AO DO DD ഒന്നുമില്ല, എല്ലാം മാറുക. ഇതെല്ലാം കുറച്ച് പഠിക്കണം. അപ്പൊ അപ്പോൾ പറഞ്ഞത് ഇടതുപക്ഷ സംഘടന അതിന് സ്കൂൾ എഡ്യൂക്കേഷന്മാർ വരും, ജോയിന്റ് ഡയറക്ടർമാര്, സ്കൂൾ എഡ്യൂക്കേഷൻ ഇതിന് കേരളത്തിലെ ഹയർ സെക്കൻഡറി മേഖലയിൽ ഇടതുപക്ഷ സംഘടനക്ക് നല്ല സ്വാധീനം അകേഷിക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞു, കണ്ണൂർ ജില്ലയിൽ ഗവൺമെന്റ് മേഖലയിൽ 64% ഹയർ സെക്കൻഡറി അധ്യാപകരും KSL മെമ്പർമാർ. രമേശ് മാഷ് മെമ്പർഷിപ്പ് പരിശോധിച്ചോ? 64% ഹയർ സെക്കൻഡറി അധ്യാപകർ KSL കണ്ണൂർ ജില്ലയിൽ. ഞാൻ കൃത്യമായിട്ട് പറയാം. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ബാധകതകളൊന്നും വേണ്ടല്ല. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല തിളങ്ങുന്ന മുഖമായി ഹയർ സെക്കൻഡറി ഇപ്പൊ സീറ്റും കാര്യങ്ങളും. മേഡം ഒരു ചോദ്യം, നമ്മളിപ്പം ഈ വലിയ ആധുനിക
മുന്നേറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് പാഠപുസ്തകം പഠിച്ചിട്ട് ക്ലാസ്സിൽ വരുന്ന കാലഘട്ടത്തിലേക്ക് ChatGPT ഉൾപ്പെടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ വളർന്നു കളിക്കുകയാണ്. ഇതിനനുസരിച്ച് നമ്മുടെ അധ്യാപകർ പ്രാപ്തരാകുന്നുണ്ടോ? കാരണം കുട്ടികൾ നമ്മളെക്കാൾ കൂടുതൽ പഠിച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് വരിക. ഇവരെ നേരിടാൻ ഇവർക്കിപ്പോൾ ആ ടീച്ചറാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ മൊബൈലിൽ നോക്കിയിട്ട് അതിൻ്റെ ആൻസർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്തെ കാര്യം എങ്ങനെയാണ് ആ കാലത്തിനനുസരിച്ചുള്ള മാറ്റം? അത് കാലത്തിനനുസരിച്ച് അധ്യാപകരെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, സിസ്റ്റം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സാർ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒരു പരിശീലനം നമുക്ക് അധ്യാപകർക്ക് കൈറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നൽകി വരുന്നുണ്ട്. അപ്പം ആ ഒരു സിസ്റ്റവും കൂടെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത്, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റവും കൂടെ സ്കൂൾ തലത്തിൽ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു പരിവർത്തനം സംഗമം അധ്യാപകർക്ക് നൽകുന്നുണ്ട്. കൈറ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് അത് നൽകുന്നത്. പിന്നെ മാത്രമല്ല സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിവരങ്ങളുടെ അപ്ഡേഷൻ എന്ന് പറയുന്നത് വെറുതെ ഒരു ഫോമൽ എഡ്യൂക്കേഷൻ അല്ല. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പല സ്രോതസ്സുകളിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള എല്ലാ സ്ട്രാറ്റജിയും ഇന്ന് നമുക്ക് എഫോർഡബിൾ ആണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ, നമ്മൾ റീഓപ്പണിംഗുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ രാഷ്ട്രീയ ചർച്ച ഒരു വല്ലാത്ത നമ്മളെ നികുതി ഈ പൊതുസമൂഹം എപ്പോഴും കാണുന്നത് നമ്മുടെ സംസ്ഥാനത്തെ നികുതി പണത്തിന്റെ ഏറ്റവും വലിയ പങ്ക് അധ്യാപകരെ പോറ്റാനാണ് മുടക്കുന്നത്. അത് അങ്ങനെയാണ്, സർക്കാർ ജീവനക്കാരും അധ്യാപകരും. ഈ കോൺട്രിബ്യൂഷൻ എന്നാൽ അധ്യാപകരുടെ ഈ നിങ്ങളുടെ ഈ അവകാശങ്ങളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ കൃത്യമായി വാദോരാതെ പറയുന്നവരാണ് നിങ്ങൾ. ഈ കുട്ടികളുടെ ഈ പുതിയ സാഹചര്യത്തിൽ നേരിടാനുള്ള സ്വയം ഉള്ള ഉയർത്തെഴുന്നേൽപ്പിന് ഇപ്പം നേരത്തെ മേഡം പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ എല്ലാ അധ്യാപകരും അപ് ടു ഡേറ്റ് ആണ്. അല്ലാണ്ട് എല്ലാവരും ക്ലാസ്സിൽ പോകാൻ പറ്റില്ല. കാരണം നമ്മളെക്കാളും വിവരമുള്ള കുട്ടികൾ നമ്മുടെ മുന്നിലുണ്ട് എന്ന ധാരണയോട് തന്നെ എല്ലാ അധ്യാപകരും പോകും. കാരണം കാലം മാറി. പണ്ട് കുട്ടികൾക്ക് അധ്യാപകൻ മാത്രമേ അറിവ് ലഭിക്കുന്നുള്ളൂ, മറ്റു സോഴ്സ് ഇല്ല. ഇന്ന് ഒരുപാട് സോഴ്സ് ഉണ്ട്. നമ്മളെക്കാട്ടും കൂടുതൽ അറിവ് സ്വായത്തമാക്കാൻ കഴിവുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട് എന്ന് ബോധം അധ്യാപകനുള്ളതുകൊണ്ട് തന്നെ അധ്യാപകൻ വളരെ ക്ലാസ് പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് തന്നെ പോകുന്നു. കുട്ടികള് ഒരുപക്ഷെ വളരെ വേഗതയിൽ നമ്മേക്കാൾ മുന്നേ സഞ്ചരിക്കുകയാണ്. വളരെ വേഗതയിൽ തന്നെ കൂടുതൽ കൃത്യതയോടുകൂടി അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് സാർ സൂചിപ്പിച്ച പോലെ അധ്യാപക പരിശീലനത്തിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ അധ്യാപകർ പ്രാപ്തരാക്കുന്നത് അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഹയർ സെക്കൻഡറിയിലടക്കം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പരിശീലനം 3 ദിവസം പരിശീലനം ചരിത്രത്തിൽ ആദ്യമായി നടത്തിയാണ്, അധ്യാപകർക്ക് നൽകിയാണ്. അത് കൃത്യമായ ലക്ഷ്യമാണ് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു അധ്യയനം അതിൻ്റെ പരിശീലനം നൽകും. ജൂൺ 3 നമ്മുടെ വിദ്യാലയങ്ങൾ തുറക്കുകയാണ്. വലിയ ഒരുക്കങ്ങളാണ് സർക്കാർ തലത്തിലും അധ്യാപകരൊക്കെ നടത്തി വരുന്നത്. രാഷ്ട്രീയമായ കുറേ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം അത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. നമുക്ക് സർക്കാർ സ്കൂൾ എന്ന് പറയുന്നത് നമ്മൾ മാറ്റി നിന്നിരുന്നൊരു കാലം മാറി. സ്കൂളുകളൊക്കെ ഹൈടെക്കായി, അധ്യാപകരും ഹൈടെക്കായി കൊണ്ടിരിക്കുന്നു. ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള വലിയ മാറ്റങ്ങൾക്കാണ് വീണ്ടും തുടക്കം കുറിക്കുന്നത്. നിറക കോളേജ് തലത്തിലുള്ള പുതിയ 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് നമ്മൾ ചർച്ച വെച്ചിരുന്നു. 4 വർഷം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാൾ സർവകലാ വല്ലഭനായിട്ടാണ് ഇറങ്ങുക എന്നതുപോലെ തന്നെ ഈ കുട്ടികൾ +2 കഴിഞ്ഞ് ഒറ്റ ഫ്രെയിമിൽ +2 കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അതും വലിയ മാറ്റങ്ങൾക്കാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അത് നല്ല നിലക്ക് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ പൊതുസമൂഹത്തിലും പറഞ്ഞതുപോലെ രക്ഷിതാക്കളും സമൂഹമൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കണം. അതിനുള്ള ഒരു ചെറിയ പ്രചോദനമാണ് നേർരേഖയുടെ ഈ ചർച്ച. ഈ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച DDക്കും രമേശിനും ശശീന്ദ്ര മാഷിനും നേർരേഖയുടെ നന്ദി, നമസ്കാരം.